യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. ഇത്തരം ഉപവാസമാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? ഒരു ദിവസത്തേക്ക് ഒരുവനെ എളിമപ്പെടുത്തുന്ന ഉപവാസം, ഞാങ്ങണ പോലെ തല കുനിക്കുന്നതും ചാക്കുവിരിച്ച് ചാരവും വിതറിക്കിടക്കുന്നതുമാണോ അത്? ഇതിനെയാണോ നിങ്ങൾ ഉപവാസമെന്നും കർത്താവിന് സ്വീകാര്യമായ ദിവസമെന്നും വിളിക്കുക? ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുഖത്തിന്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്? അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും, നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി മുൻപിലും കർത്താവിന്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും. ഓർമ്മിക്കുക, ഡിസംബർ 1-ാം തീയതി മുതൽ മംഗളവാർത്താ കാലത്തിന്റെയും 25 നോമ്പിന്റെയും ആരംഭമാണ്. ഉണ്ണീശോയുടെ പിറവിത്തിരുനാളിനൊരുക്കമായി വിശുദ്ധ ചിന്തയും വിശുദ്ധ ജീവിതവും ആഗ്രഹിച്ചുകൊണ്ട് ഉണ്ണീശോ നമ്മുടെ ഓരോരുത്തരുടെയും ഭവനത്തിലും ഹൃദയത്തിലും വന്നു പിറക്കാൻ നമുക്കൊരുങ്ങാം. നോമ്പിന്റെ തീവ്രത കൂട്ടുന്നതോടെ വ്രതാനുഷ്ഠാനത്തിന് ശക്തി വർദ്ധിക്കുന്നു. വ്രതത്തോടൊപ്പം പ്രാർത്ഥന, തപസ്, ക്ഷമ, ദുഷ്പ്രവൃത്തികളിൽ നിന്നും വിടുതൽ, വിനോദങ്ങൾ, ആഘോഷങ്ങൾ, ആത്മശുദ്ധി, ശാരീരിക ശുദ്ധി ഇവയ്ക്ക് ചേരാത്തതിൽ നിന്നും വിട്ടുനിൽക്കുക എന്നിവയും നാം അനുഷ്ഠിക്കേണ്ടതാണ്. പിറവിത്തിരുനാളിന്റെ ഒരുക്കത്തിനായി നാം നോമ്പാചരിച്ചും ആത്മശുദ്ധി വരുത്തിയും എല്ലാവരുടെയും ഭവനങ്ങളിലും ഹൃദയങ്ങളിലും ഉണ്ണീശോ വന്ന് പിറക്കാൻ ഇടയാകട്ടെ. അതിനുള്ള കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ. കാൽവരി വീഥികളിൽ അന്നെന്നെ നടത്തിയവൻ, കാലുകളിടറിയ നാൾ എൻ കൂരിരുൾ നീക്കിയവൻ, കടലേറിയ കരയെ സീയോനായി മാറ്റിയവൻ, കാനായിൽ വെള്ളം വീഞ്ഞാക്കി വിളമ്പിയവൻ, പതിവായി പല നാളുകളിൽ അടിപതറും വേളകളിൽ അടിവെച്ചുയരാനവൻ എന്നെന്നും തുണയായി, ഒരു പനി നീർമലരിതളായി വിരിയണമേ എന്നുള്ളിൽ, അതിനുള്ളിലെ നറുതേനായി എൻ ജന്മം നിൻവരമായി. അകലരുതേ പിരിയരുതേ അഴലിൽ നിഴലായി നിലനിന്നവനെ, കാൽവരി വീഥികളിൽ അന്നെന്നെ നടത്തിയവൻ, കാലുകളിടറിയ നാൾ എൻ കൂരിരുൾ നീക്കിയവൻ, കടലേറിയ കരയെ സീയോനായി മാറ്റിയവൻ, കാനായിൽ വെള്ളം വീഞ്ഞാക്കി വിളമ്പിയവൻ. രാവുകളെ പകലുകളാക്കാൻ, നോവുകളെ സാന്ത്വനമാക്കാൻ, കനിവേ നിന്നലിവിൽ ഞാൻ മനമേകുന്നു. രാവുകളെ പകലുകളാക്കാൻ, നോവുകളെ സാന്ത്വനമാക്കാൻ, കനിവേ നിന്നലിവിൽ ഞാൻ മനമേകുന്നു. നിലപാടുകൾ തെറ്റിപ്പോകും നേരങ്ങൾ പോലും നിലവെക്കാതെ നിന്നും നീ കാക്കുന്നോനല്ലോ. ഈ മരുവിലൊരു നീരായി എന്നിലവനൊഴുകുന്നു, ഈ കുളിരിലൊരു തീയായി എന്നെ അവൻ പുൽകുന്നു. കാൽവരി വീഥികളിൽ അന്നെന്നെ നടത്തിയവൻ, കാലുകളിടറിയ നാൾ എൻ കൂരിരുൾ നീക്കിയവൻ, കടലേറിയ കരയെ സീയോനായി മാറ്റിയവൻ, കാനായിൽ വെള്ളം വീഞ്ഞാക്കി വിളമ്പിയവൻ.
അറിവുകളെ പടവുകളാക്കാൻ, അടവുകളെ പകിടകളാക്കാൻ, ഗതിയില്ല ഗതി തേടാൻ വരമേകുന്നു. അറിവുകളെ പടവുകളാക്കാൻ, അടവുകളെ പകിടകളാക്കാൻ, ഗതിയില്ല ഗതി തേടാൻ വരമേകുന്നു. കര കാണാ കടലിൽ നീന്തും ഓളങ്ങൾ പോലെ തിര താണ്ടി തീരം തേടി പോകുന്നു നമ്മൾ. ഈ മഹിയിലെന്നെന്നും നിൻ കനിവ് തേടുന്നു, ഈ ഉടലിലെന്നെന്നും നിൻ മഹിമ നേടുന്നു. കാൽവരി വീഥികളിൽ അന്നെന്നെ നടത്തിയവൻ, കാലുകളിടറിയ നാൾ എൻ കൂരിരുൾ നീക്കിയവൻ, കടലേറിയ കരയിൽ സിയോനായി മാറ്റിയവൻ, കാനായിൽ വെള്ളം വീഞ്ഞാക്കി വിളമ്പിയവൻ. പതിവായി പല നാളുകളിൽ അടിപതറും വേളകളിൽ അടിവെച്ചടിവെച്ചുയരാൻ അവനെന്നെന്നും തുണയായി. ഒരു പനി നീർമലരിതളായി വിരിയണമേ എന്നുള്ളിൽ, അതിനുള്ളിലെ നറുതേനായി എൻ ജന്മം നിൻവരമായി. അകലരുതേ പിരിയരുതേ അഴലിൽ നിഴലായി നിലനിന്നവനെ, കാൽവരി വീഥികളിൽ അന്നെന്നെ നടത്തിയവൻ, കാലുകളിടറിയ നാൾ എൻ കൂരിരുൾ നീക്കിയവൻ, കടലേറിയ കരയെ സിയോനായി മാറ്റിയവൻ, കാനായിൽ വെള്ളം വീഞ്ഞാക്കി വിളമ്പിയവൻ.